നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ദിവസം വൈസ് ക്യാപ്റ്റൻ, തൊട്ടടുത്ത ദിവസം പൂർണ്ണമായിട്ടും ഒഴിവാക്കപ്പെടുന്നു. ഇന്ത്യയുടെ T20I വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് ഇന്നലെ പ്രഖ്യാപിച്ചല്ലോ. ആ സ്ക്വാഡിൽ അതുവരെ വൈസ് ക്യാപ്റ്റനായിരുന്ന ശുഭ്മൻ ഗില്ലിന് ഇടമില്ല. പുതിയ വൈസ് ക്യാപ്റ്റനായിട്ട് അക്സർ പട്ടേലിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു. നാടകീയമായ നീക്കങ്ങളാണ്. എന്താണ് സംഭവിക്കുന്നത്? തലേന്ന് വരെ സ്ക്വാഡിലുണ്ട്. അതിന് തൊട്ട് മുമ്പത്തെ ദിവസം അഹമ്മദാബാദിൽ കളിയാണ്. അന്ന് സ്ക്വാഡിലുണ്ട് ശുഭ്മൻ ഗില്ല്. പരിക്കായതുകൊണ്ട് കളിക്കാൻ ഇറങ്ങിയില്ല. അതും വേറെ ചില വാർത്തകൾ വരുന്നുണ്ട്. അദ്ദേഹം റെഡി ആയിരുന്നു കളിക്കാൻ, എന്നിട്ടും വേൾഡ് കപ്പ് വരാനുണ്ട്, റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതാണ്. കളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് സഞ്ജുവിനെ കളിപ്പിച്ചതാണ്. അപ്പോൾ ശുഭ്മൻ ഗില്ലിന് ഒരു തരത്തിലും ഒരു സൂചനയും കൊടുത്തില്ല. ടീം പ്രഖ്യാപനം ഇന്നലെ ശനിയാഴ്ച ടീം പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രമാണ് നിങ്ങൾ സ്ക്വാഡിലില്ല, വൈസ് ക്യാപ്റ്റനായ നിങ്ങൾ സ്ക്വാഡിലില്ല, ഒഴിവാക്കണമെന്ന് അറിയിച്ചത്. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ എവിടെ എന്ന ചോദ്യം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ നടന്ന നാടകീയമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. കുഷാൻ സർക്കാർ റിപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. PTI ന്യൂസിൻ്റെ കുഷാൻ സർക്കാർ റിപ്പോർട്ട് ചെയ്യുന്നത്, ടിൽ സാറ്റർഡേ മോർണിംഗ് ശുഭ്മൻ ഗിൽ വാസ് ഇൻ ദി കമ്മ്യൂണിക്കേറ്റഡ് അബൌട്ട് ഹിസ് എക്സ്ക്ലൂഷൻ. അദ്ദേഹത്തെ ഒഴിവാക്കുന്ന കാര്യത്തിൽ ശുഭ്മൻ ഗില്ലിനെ ഒരു തരത്തിലും കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. വൺ ഡേ VC ആൻഡ് നെക്സ്റ്റ് ബിഗ് ബ്രാൻഡ് ആൻഡ് നെക്സ്റ്റ് ഡേ ഡംപ്ഡ് അൺസെറിമോണിയസ്ലി. ഒരു ദിവസം അദ്ദേഹം വൈസ് ക്യാപ്റ്റൻ ആകുന്നു, എന്നിട്ട് അടുത്ത ബിഗ് ബ്രാൻഡ് അദ്ദേഹമാണ് എന്ന് പറയുന്നു. പക്ഷേ തൊട്ടടുത്ത ദിവസം അൺസെറിമോണിയസ്ലി അദ്ദേഹത്തെ ഡംപ് ചെയ്യുന്നു. ഇതാണ് സംഭവിച്ചതെന്ന് കുഷാൻ സർക്കാർ റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ക്രിക്ബസിൻ്റെ റിപ്പോർട്ട് കൂടി നോക്കണം. ക്രിക്ബസ് വിശദമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗിൽ ലേൺഡ് അബൌട്ട് എക്സ്ക്ലൂഷൻ ഹവേഴ്സ് ബിഫോർ അനൗൺസ്മെൻറ്റ്. അപ്പോൾ അദ്ദേഹം അടുത്ത പരമ്പരക്കും അതുപോലെ T20 വേൾഡ് കപ്പിനൊക്കെ മെൻ്റലി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ന്യൂസ് വന്നത് എന്നാണ് റിപ്പോർട്ട്. ഗിൽ വാസ് സർപ്രൈസ്ഡ് ടു ഫൈൻഡ് ഹിംസെൽഫ് ലെഫ്റ്റ് ഔട്ട് എന്നാണ് ക്രിക്ബസിൻ്റെ റിപ്പോർട്ട്. അദ്ദേഹത്തെ പുറത്താക്കിയതിൽ അദ്ദേഹം വളരെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ദി T20 വേൾഡ് കപ്പ് സ്ക്വാഡ് അലോങ് വിത്ത് ദി ടീം ഫോർ പ്രീസീഡിംഗ് ന്യൂസിലാൻഡ് സീരീസ് വാസ് നെയ്മഡ് ബൈ ദി സെലക്ഷൻ കമ്മിറ്റി ഇൻ ദി BCCI ഓഫീസ് ആൻഡ് ഗിൽ വാസ് സർപ്രൈസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ഹിംസെൽഫ് ലെഫ്റ്റ് ഔട്ട്. സോഴ്സസ് പറയുന്നത് ഗില്ല് അഹമ്മദാബാദിൽ നിന്ന് സാറ്റർഡേ മോർണിംഗിൽ തൻ്റെ നാട്ടിലേക്ക്, അതായത് ചണ്ഡീഗഡിലേക്ക് തിരികെ പോയി. ആ പോകുന്ന ഘട്ടത്തിലാണ് ഈ ഒരു വാർത്ത വരുന്നത്. മനസ്സിലാക്കാൻ പറ്റിയത്, ഒരു കോൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ആരാ വിളിച്ചതെന്ന് വ്യക്തതയില്ല. പക്ഷെ അദ്ദേഹത്തെ വിളിച്ച് തൊട്ട് മുമ്പ്, സ്ക്വാഡ് പ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പ് അറിയിക്കുകയായിരുന്നു. ഈ ന്യൂസ് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം ശരിക്കും സർപ്രൈസ്ഡായി പോയി. ഗില്ല് ശരിക്കും പറഞ്ഞാൽ വേൾഡ് കപ്പിനും ന്യൂസിലാൻഡ് സീരീസിനുമായിട്ട് മെൻ്റലി പ്രിപ്പയർഡായി നിൽക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ന്യൂസ് വന്നത്. ഇൻഫാക്ട് സോഴ്സസ് ഹാവ് റിവീൽഡ് ദാറ്റ് he had been gearing up to play the 5th and final T20I against South Africa on Friday. ഫ്രൈഡേയിൽ ആ മാച്ച് കളിക്കാൻ വേണ്ടി അദ്ദേഹം റെഡിയായി വരികയായിരുന്നു. ന്യൂസിലാൻഡിനെതിരെ, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ആ T20I മത്സരം അഹമ്മദാബാദിൽ നടന്നത്. അദ്ദേഹത്തിന് ചെറിയ നികളുണ്ടായിരുന്നു റൈറ്റ് ഫൂട്ടിന്. അത് ലക്നൌവിലെ മത്സരം അദ്ദേഹം കളിക്കില്ല എന്ന തരത്തിലുള്ള തീരുമാനത്തിലേക്കാണ് പോയത്. എന്നാൽ 5th and final മാച്ച് കളിക്കാൻ അദ്ദേഹം റെഡിയായിരുന്നു. പെയിൻ കില്ലേഴ്സ് എടുത്തിട്ടാണെങ്കിലും കളിക്കാൻ റെഡിയാണെന്ന് അദ്ദേഹം അറിയിച്ചതാണ്. ബട്ട് വാസ് അഡ്വൈസ്ഡ് അഗെയിൻസ്റ്റ് റിസ്കിംഗ് അഗ്രവേഷൻ ഓഫ് ദി ഇഞ്ചുറി വിത്ത് ദി വേൾഡ് കപ്പ് അഹെഡ്. തൊട്ടുമുമ്പിൽ വേൾഡ് കപ്പാണ്, കളിച്ച് പരിക്ക് വഷളാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഉപദേശിച്ചു മാറ്റി നിർത്തിയതാണ് വേൾഡ് കപ്പിന് റെഡിയാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് BCCI ഇപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുകയാണ്. സോ സഞ്ജു സാംസൺ അഹമ്മദാബാദിൽ തീർച്ചയായിട്ടും കളിക്കുകയും ഗില്ലിൻ്റെ സ്ഥാനം സഞ്ജു സ്വന്തമാക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഗില്ലിനിപ്പോൾ ഈ ചണ്ഡീഗഡിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. പഞ്ചാബിന് വേണ്ടി വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കും. അതിനുശേഷം ODI സീരീസിൽ ജനുവരിയിൽ ODI സീരീസിൽ ന്യൂസിലാൻഡിനെതിരെ ടീമിനെ നയിച്ചുകൊണ്ട് ഇറങ്ങുമെന്നുമാണ് റിപ്പോർട്ട്. അപ്പോൾ ഇത് അദ്ദേഹത്തെ ഒഴിവാക്കിയത് നമുക്ക് അത്ഭുതമൊന്നുമില്ല. പക്ഷേ കാരണം അദ്ദേഹം ഔട്ട് ഓഫ് ഫോമിലായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ അറിയിക്കണമല്ലോ. അത് വൈസ് ക്യാപ്റ്റൻ പ്രഖ്യാപിക്കുന്ന തൊട്ട് മുമ്പാണോ നിങ്ങൾ സ്ക്വാഡിലില്ല എന്ന് അറിയേണ്ടത്? അതാണ് ചോദ്യം. അപ്പോൾ കൃത്യമായിട്ടൊരു നിരീക്ഷണം വന്നിങ്ങനെയാണ്. ഐ എം നോട്ട് അഗെയിൻസ്റ്റ് ദി ഒമിഷൻ ഓഫ് ശുഭ്മൻ ഫ്രം ദി T20. ഐ ആം അഗെയിൻസ്റ്റ് ദി വേ മാനേജ്മെൻറ്റ് ഹാൻഡിൽസ് ദി കേസ് ഓഫ് ശുഭ്മൻ ഗിൽ. അതാണ് ഈ കാര്യം. മാനേജ്മെൻറ്റ് ഹാൻഡിൽ ചെയ്ത രീതിയാണ് പ്രശ്നം.
ആദ്യം ഫോഴ്സ്ഫുള്ളി അദ്ദേഹത്തെ T20യിൽ ഫിറ്റ് ചെയ്തു. അതായത് അദ്ദേഹം T20 കളിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സഞ്ജുവും അഭിഷേകും ഒക്കെ ആയിരുന്നു. അപ്പോഴാണ് നെക്സ്റ്റ് ബിഗ് ബ്രാൻഡ് നിങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പിടിച്ച് അദ്ദേഹത്തെ ഫിറ്റ് ചെയ്യുന്നത്, T20യിൽ ഓപ്പണറാക്കി ഇറക്കുന്നത്. സഡൻലി ഇപ്പോൾ അദ്ദേഹത്തെ ഡംപിങ് ചെയ്യുന്നു. സോ ഇറ്റ് വിൽ ഹാം അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് മാത്രമല്ല ടീമിലുള്ള മറ്റ് താരങ്ങളുടെയും കോൺഫിഡൻസിനെ ബാധിക്കും. കാരണം ഇനി എന്ത് സംഭവിക്കും തൊട്ടടുത്ത് എന്ന് ആർക്കും ഒരു ഉറപ്പില്ലാത്ത സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കൃത്യമായ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന വിമർശനങ്ങൾ വരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.